5 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ കുഞ്ഞു പൂ നമുക്ക് ചെയ്താലോ? ഇവിടെ ഞാൻ യെല്ലോ ആൻഡ് ലൈലാക്ക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഒരു മാജിക് റിംഗാണ് ചെയ്യാറുള്ളത്. 2mm ഹുക്ക് യൂസ് ചെയ്ത് മാജിക് റിംഗ് ചെയ്യുന്നുണ്ട് ഞാൻ. മാജിക് റിംഗിന് ഡൗട്ടുള്ളവർ ഞാൻ എൻ്റെ ചാനലിൽ മാജിക് റിംഗിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കയറി ഒന്ന് റെഫർ ചെയ്യാം. ഇനി ഞാൻ മാജിക് റിംഗ് ചെയ്തിട്ട് അതിനകത്തോട്ട് 6 സിംഗിൾ ക്രോഷേസ് ആണ് ചെയ്യുന്നത്. 6 സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മാജിക് റിംഗ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ കുറച്ച് യാൺ ഇതുപോലെ എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് നമ്മൾ റോങ് സൈഡിലോട്ട് ആ കട്ട് ചെയ്ത യാണിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇൻസേർട്ട് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ നല്ല രീതിക്കൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലൈലാക്ക് യാൺ യൂസ് ചെയ്ത് പെറ്റൽസ് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം ചെയ്ത മാജിക് റിംഗിൽ ചെയ്ത ആ ചെറിയ റൗണ്ടിനകത്തോട്ട് ഏതെങ്കിലും ഒരു സ്റ്റിച്ചിലോട്ട് യാൺ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ആ ചെയിൻ ഇട്ട ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ നമ്മൾ 2 ഡബിൾ ക്രോഷയും കൂടെ ആഡ് ചെയ്യാം. ഡബിൾ ക്രോഷ ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീണ്ടും 2 ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ സെയിം സ്റ്റിച്ചിലോട്ട് തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യണം. ആ സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വീണ്ടും ചെയ്യുക. എന്നിട്ട് ആ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. 2 ചെയിൻ ഇടുക, 2 ഡബിൾ ക്രോഷ് ചെയ്യുക, പിന്നും 2 ചെയിൻ ഇടുക, വീണ്ടും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇത് നമ്മൾ 6 ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ 6th പെറ്റൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ചെയ്ത പെറ്റലിലോട്ട് തന്നെ ഒന്നും കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന യാൺസ് നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് റോങ് സൈഡിലോട്ട് വീണ്ടും ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫിനിഷിംഗ് ആണ് ബാക്കി ചെയ്യുന്നത്. റോങ് സൈഡിലോട്ട് യാൺസ് കൊണ്ടുവരിക. എന്നിട്ട് ആ യാൺ നമ്മൾ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിക്ക് ടൈറ്റായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് നമ്മുടെ സ്റ്റിച്ചിലോട്ട് തന്നെ നമ്മൾ ഒരു നീഡിൽ യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ചെയ്യാനും കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.